വയനാട് ലക്കിടിയിൽ ടൂറിസ്റ്റ് ബസ് താഴ്ചയിലേക്ക് മറിഞ്ഞ 3 യാത്രക്കാർക്ക് പരിക്കുപറ്റി. ആരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നുള്ള ആശ്വാസം അവിടെയുണ്ട്. കർണാടകയിലെ സ്കൂളിൽ നിന്നുള്ള അധ്യാപകരും വിദ്യാർത്ഥികളുമാണ് ബസ്സിലുണ്ടായിരുന്നത്. കമൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ലക്കിടിയിൽ കേരള വെറ്ററിനറി സർവകലാശാലയുടെ ഗേറ്റിന് തൊട്ടടുത്ത് ഉള്ള താഴെയുള്ള പുഴയുടെ അരികിലേക്കാണ് ബസ് മറിഞ്ഞത്. പുലർച്ചെ 3 മണിയോടെയായിരുന്നു അപകടം. കർണാടകയിലെ മൈസൂർ ജില്ലയിലെ ഹാരനഹള്ളിയിലെ KPS ഗവൺമെൻറ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളുമായി വിനോദയാത്രയ്ക്കെത്തിയ ബസ്സാണ് മറിഞ്ഞത്. ഡ്രൈവർ ഉറങ്ങിപ്പോയതെന്നാണ് പ്രാഥമിക നിഗമനം. ഒരു ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ച ശേഷം ബസ് ഒന്ന് മറിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ കാണുന്ന രൂപത്തിൽ നിൽക്കുന്നത് എന്ന് പറയുന്നു. എന്തായാലും ഏറ്റവും ആശ്വാസകരമായ കാര്യം ബസ്സിലുണ്ടായിരുന്ന ആർക്കും സാരമായി പരിക്കേറ്റില്ല എന്നുള്ളതാണ്. 47 വിദ്യാർത്ഥികളും 9 അധ്യാപകരും ഒരു കുക്കുമാണ് ബസ്സിലുണ്ടായിരുന്നത്. ഈ അപകട സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന തൊട്ടടുത്ത കടയിലെ കുഞ്ഞിരാമൻ എന്നയാൾ നമ്മളോടൊപ്പം ഉണ്ട്. ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ ഉറങ്ങിയായിരുന്നോ? എണീച്ചപ്പം വണ്ടി മറിഞ്ഞാ കണ്ടേ. അപ്പം ആൾക്കാരെല്ലാം ഒച്ച ഉണ്ടാക്കി. അപ്പം പോലീസ് വന്ന് രോഗികളെല്ലാം പോലീസ് വണ്ടി കയറ്റിക്കൊണ്ടുപോയി. ആ സമയത്ത് ആർക്കും അത്ര ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാകാത്ത ഭാഗ്യമല്ല. ഒരു സ്ത്രീക്ക് മാത്രം നല്ല പരിക്കുണ്ടായിരുന്നു. വേറൊരു ബസ് വന്ന് അവരെടുത്തിട്ട് സ്റ്റോപ്പ് കിടത്തി. പക്ഷേ നല്ല താഴ്ചയിലേക്കാണ് പോയത്. ഒരു മറിച്ചിലും മറിഞ്ഞു എന്നുള്ള ശരിയാണോ? അത് ഒരു മറിച്ചിൽ മറിഞ്ഞു, രണ്ടാമത്തെ മറിച്ചിൽ നടന്നു. ദേശീയപാതയിൽ അത്തരത്തിലൊരു അപകടം നടക്കുന്ന ഒരു മേഖലയല്ല. വാഹനങ്ങൾ അങ്ങനെ വലിയ വേഗതയിൽ പോകുന്ന ഭാഗവുമല്ല. വളവുകളൊക്കെ ഉണ്ട്. പക്ഷേ ഇത് ഡ്രൈവർ ഉറങ്ങിപ്പോയത് തന്നെയാണ് അപകട കാരണം എന്നാണ് വൈത്തിരി പോലീസും പറയുന്നത്. എന്തായാലും ഏറ്റവും ആശ്വാസകരമായ കാര്യം ഈ വിദ്യാർത്ഥികൾ അടക്കമുള്ളവർക്ക് സാരമായി ഒന്നും പറ്റിയില്ല എന്നുള്ളത് തന്നെയാണ്. കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.